സ്നേഹിതരെ, നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണം, സ്ഥാനം, വിജയം? ഇല്ല. അവയെല്ലാം വരും, പോകും. എന്നാൽ നമ്മൾ വിടവാങ്ങിയ ശേഷം ലോകം നമ്മെ ഓർക്കുന്നത് ഒരു കാരണത്താലാണ്. നമ്മുടെ മനുഷ്യസ്വഭാവം കൊണ്ടാണ്. മനുഷ്യസ്വഭാവം, നമ്മുടെ യഥാർത്ഥ മുഖം. മനുഷ്യസ്വഭാവം, അതായത് നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും ജീവിതലക്ഷ്യങ്ങളെയും എല്ലാം കടന്നുപോയി നമ്മെ യഥാർത്ഥ മനുഷ്യൻ ആക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് നിങ്ങൾ അറിയുമോ? ബഹുമാനം. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ വിശ്വാസത്തെയും ജീവിത രീതിയെയും നിലപാടിനെയും ബഹുമാനിക്കുമ്പോൾ അവൻ മനുഷ്യരാശിയുടെ ഉയർന്ന തലത്തിലേക്ക് കയറുന്നു. ലോകത്തിലെ 3 വലിയ വിഭാഗങ്ങൾ. ഇപ്പോൾ ലോകത്ത് കാണുന്ന 3 പ്രധാന വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത് സനാതനധർമ്മ വിശ്വാസികൾ. രണ്ടാമത് ദൈവവിശ്വാസികൾ, ഉദാഹരണത്തിന് ക്രൈസ്തവർ, മുസ്ലിങ്ങൾ. മൂന്നാമത് അഥീസ്റ്റുകൾ, അതായത് ദൈവത്തെയും പലപ്പോഴും മറ്റുള്ള മൂല്യങ്ങളെയും നിരാകരിക്കുന്നവർ. സനാതനധർമ്മം ഒരു ജീവിതശൈലി. സനാതനധർമ്മം ഒരേ ഒരു മതമല്ല, ഒരു പുസ്തകത്തിലോ ഒരു പ്രവാചകനിലോ കുടുങ്ങിയ വിശ്വാസവുമല്ല. ഇത് ബ്രഹ്മാണ്ഡത്തിന്റെ സ്വാഭാവിക നിയമങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മാനിച്ച് ജീവിക്കുന്ന ജീവിതശൈലിയാണ്. ഇവിടെ ബഹുമാനം ഒരു ചോയ്സ് അല്ല, അത് നിയമമാണ്. പാറയ്ക്കും മരത്തിനും പക്ഷിക്കും മനുഷ്യനും ദൈവത്തിനും എല്ലാവർക്കും ബഹുമാനം നൽകണം, എല്ലായ്പ്പോഴും എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ ഒരു സനാതനി മറ്റൊരാൾ തനിക്ക് 100% വിരുദ്ധമായി ചിന്തിച്ചാലും അവന്റെ മാന്യതയെ അവഗണിക്കില്ല. ദൈവവിശ്വാസികൾ, പരിമിത ബഹുമാനം. ക്രൈസ്തവരും മുസ്ലിങ്ങളും തങ്ങളുടെ ദൈവത്തോടുള്ള ബഹുമാനത്തിൽ അസാധാരണമായ ശക്തരാണ്. അത് നല്ലതാണ്. എന്നാൽ അവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ദൈവത്തെയും ജീവിതരീതിയെയും പൂർണ്ണമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. എന്റെ മതം മാത്രമേ ശരിയുള്ളൂ എന്നൊരു ഉറച്ച ചിന്ത അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഫലമായി മറ്റൊരാളുടെ വിശ്വാസത്തോടുള്ള ബഹുമാനം കുറയുകയോ ചിലപ്പോൾ ഇല്ലാതാവുകയോ ചെയ്യും. അഥീസ്റ്റുകൾ. ബഹുമാനമില്ലാതായാൽ ഇപ്പോൾ അഥീസ്റ്റുകളെ നോക്കാം. എല്ലാവരും ഒരുപോലെ അല്ലെങ്കിലും 99% അഥീസ്റ്റുകൾക്കും ഒരു സ്ഥിരമായ പ്രശ്നമുണ്ട്: ബഹുമാനത്തിന്റെ അഭാവം. ദൈവത്തോടല്ല മാത്രം, മൂല്യങ്ങളോടും സംസ്കാരത്തോടും ആത്മീയതയോടും പോലും. അവർ കരുതുന്നു, ഞാൻ കാണാത്തത് സത്യമല്ല, ഞാൻ വിശ്വസിക്കാത്തത് വിലപ്പെട്ടതല്ല. ഈ മനോഭാവം ബഹുമാനം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ബഹുമാനമില്ലെങ്കിൽ എന്താകും? ബഹുമാനമില്ലാത്തിടത്ത് കരുണ ഉണ്ടാകില്ല, സ്നേഹം നിലനിൽക്കില്ല, മനുഷ്യബന്ധങ്ങൾ വേരോടെ ഉണങ്ങും. അഥീസ്റ്റുകളുടെ പലർക്കും സംഭാഷണം വേഗത്തിൽ വാദത്തിലേക്ക് മാറും. ബന്ധങ്ങൾ അഹങ്കാര മത്സരത്തിലേക്ക് മാറും. അവർക്ക് ഒരാളുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ നീ തെറ്റാണ് എന്ന് പറയാതെ കഴിയില്ല. സനാതനധർമ്മിയുടെ പ്രത്യേകത. ഒരു സനാതനി, നീ ക്രൈസ്തവനോ മുസ്ലിമോ അഥീസ്റ്റോ ആയാലും, നിന്റെ വിശ്വാസത്തെയും ആ വിശ്വാസത്തെയും ബഹുമാനിക്കും. കാരണം സനാതനധർമ്മം പതിപ്പിക്കുന്നത് സത്യം പല വഴികളിലൂടെ എത്താം എന്ന സത്യമാണ്. അവൻ മനസ്സിലാക്കുന്നു, എന്റെ വഴി മാത്രം ശരിയല്ല, നിന്റെ വഴിയും അവന്റെ വഴിയും അവരുടെ വഴിയും എല്ലാം സത്യത്തിലേക്കുള്ള വഴികളായിരിക്കാം. താരതമ്യം. 3 ലോകങ്ങൾ. സനാതനധർമ്മി വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം എല്ലാറ്റിനോടും ബഹുമാനം. ദൈവവിശ്വാസി വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം സ്വന്തം ദൈവത്തോടുള്ള ബഹുമാനം, മറ്റുള്ളവരോട് കുറവ്. അഥീസ്റ്റ് വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം പലപ്പോഴും ഒന്നിനോടും ബഹുമാനമില്ല. പാഠം. ബഹുമാനം ഇല്ലെങ്കിൽ നമ്മുടെ അറിവും ധനവും ശക്തിയും ഒന്നിനും വിലയില്ല. അതുകൊണ്ട് സനാതനധർമ്മിയുടെ മാതൃക പിന്തുടരുക. എല്ലാവരോടും എല്ലാറ്റിനോടും ബഹുമാനം പുലർത്തുക. അതാണ് യഥാർത്ഥ മനുഷ്യനാകുന്ന വഴി. സ്പെഷ്യൽ താങ്ക്സ്. ഈ ചിന്തകൾ പങ്കുവെക്കാൻ പ്രചോദനമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് ന് എന്റെ ഹൃദയംഗമമായ നന്ദി.